മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പോലീസിനെ രൂക്ഷമായി വിമർശിച്ച പ്രതിനിധികൾ എം.ആർ. അജിത് കുമാറിനെ DGP സ്ഥാനം കയറ്റം നൽകാനുള്ള തീരുമാനം സർക്കാർ എടുക്കേണ്ടിയിരുന്നില്ല എന്നാണ് ജില്ലാ സമ്മേളനത്തിലെ രൂക്ഷമായ വിമർശനം. കോടതി വ്യവഹാരത്തിലൂടെ മതിയായിരുന്നു DGP ആകാനുള്ള സ്ഥാനക്കയറ്റമെന്നും വിലയിരുത്തലൊക്കെയുണ്ട്. തുടർഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതി ഉണ്ടായെന്നും സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. തദ്ദേശ, ആഭ്യന്തര, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾക്കെതിരെയും പ്രതിനിധികൾ രൂക്ഷമായ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. കെ സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്നും. സ്റ്റെഫിൻ, ഇന്നലെയാണ് ആരംഭിച്ചത്. വളരെ വിശദമായ ചർച്ചകൾ നടക്കുന്നു, വലിയ വിമർശനങ്ങൾ നടക്കുന്നു, അല്ലേ? മൂല്യച്യുതി ഉണ്ടായിരിക്കുന്നു, ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനം. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും പല സംഭവങ്ങളും ഉണ്ടായ വിമർശനങ്ങളൊക്കെ പാർട്ടി പ്രതിനിധികൾ ഉൾക്കൊള്ളുന്നു എന്നത് നല്ല കാര്യമാണ്. അതിന് നേതൃത്വങ്ങൾ ഉൾക്കൊള്ളുമോ എന്നറിയില്ല. എന്തായാലും ചർച്ച നടക്കുന്നു നല്ല രീതിയിൽ, അല്ലേ? തീർച്ചയായിട്ടും ദിവിഷ്, ആകെ 19 ഏരിയ കമ്മിറ്റികളാണ് തിരുവനന്തപുരത്തുള്ളത്. അതിൽ 12 പേർ ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞു. അവരുടെ കൃത്യമായ നിലപാടുകൾ അറിയിച്ചു കഴിഞ്ഞു. 12 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇന്നലെ ഉച്ച മുതൽ ഉള്ള ഈ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. ഇന്ന് ബാക്കിയുള്ള 7 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്ന് രാവിലെ 9 മണി മുതൽ ചേരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കും. നാളെയാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ആരാണ് സെക്രട്ടറി എന്ന അറിയാൻ ഉള്ള ഒരു കാത്തിരിപ്പ് നാളെ അവസാനിക്കും. നാളെ ആയിരിക്കും ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുക. ഏതായാലും മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ പ്രതിനിധികൾ ഉയർത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ വകുപ്പിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുമൊക്കെ എതിരെയുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കെട്ടിട നികുതിയൊക്കെ കൂട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളാണ് തദ്ദേശ വകുപ്പിനൊക്കെ എതിരെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിമർശനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം മാറുന്നു എന്നതാണ് ഏറ്റവും എടുത്തു കാണേണ്ടത്. ഒപ്പം തന്നെ ജില്ലയിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങളോ വിമർശനങ്ങളോ ഒന്നും തന്നെ പ്രതിനിധികൾ ഉയർത്തി കാണിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ തിരുവനന്തപുരത്തെ മേയർക്കെതിരെ അതിരൂക്ഷമായ തരത്തിലുള്ള വിമർശനങ്ങൾ കൊല്ലത്ത് ഉയർന്നിരുന്നു. എന്നാൽ മേയറെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സമീപനമാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു കേട്ടത്. ഒപ്പം തന്നെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് ഉണ്ട് എന്നൊരു വിശകലനവും ഉയർന്നിരുന്നു. ശരി. കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും ജില്ലാ സമ്മേളനം തുടരുകയാണ്. എന്തായാലും വളരെ കാര്യക്ഷമമായ രീതിയിൽ അല്ലെങ്കിൽ നിലവിലെ ആളുകൾ ഉന്നയിക്കുന്ന പല കാര്യങ്ങളെയും വിശദമായ ചർച്ച സമ്മേളനത്തിൽ നടക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊക്കെ അനുസരിച്ചുള്ള നയമാറ്റങ്ങൾ പാർട്ടി തലത്തിൽ ഉണ്ടാകട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ.